ഈ തെറുതി പിടിച്ച് ഇതുങ്ങളെല്ലാം എങ്ങോട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് തെയ്യം കാണാൻ പോവുകയാണ് ഗായ്സ്. അതും കണ്ടനാർക്കേളനെ. ഞങ്ങൾ കുറേ തിരക്കിയപ്പോൾ പറഞ്ഞു എല്ലാവരും കാസർഗോഡത്തെയും കണ്ണൂരത്തെയും കണ്ടനാർക്കേളൻ വേറെ വേറെയാണ്. ഓൾറെഡി നമ്മൾ കാസർഗോഡ് പോയി കണ്ടു. അപ്പോൾ കണ്ണൂർ എങ്ങനെയായിരിക്കും എന്ന് നമുക്കിങ്ങനെ ക്യൂരിയോസിറ്റി കൂടിയാണ് ഒറ്റ മൈൻഡിൽ കണ്ണൂരിലേക്ക് വണ്ടി കയറിയത്. അപ്പോൾ ഞാൻ 2 പാർട്ടായിട്ടിടാവേ. ആദ്യത്തെ കണ്ടനാർക്കേളന്റെ വെള്ളാട്ടവും പിന്നെ അടുത്ത വീഡിയോ തെയ്യത്തിന്. ഞാൻ പിന്നെ ഈ ബോർഡ് ഇത് നമുക്ക് അവിടെ ഇരുന്നപ്പോൾ കുറച്ച് കമ്മിറ്റിക്കാർ കൊണ്ടുവന്നതാ. ഇത് ബിങ്കോ പോലത്തെയാണ്. അവർ ഓരോരോ നമ്പർ അവിടുന്ന് വിളിച്ച് പറയും. നമ്മളത് കട്ട് ചെയ്ത് ഒരു റോ ഫിനിഷ് ചെയ്താൽ മതി. ആ ഫിനിഷ് ചെയ്യുമ്പോൾ നമ്മൾ കമ്മിറ്റിക്കാർ നമുക്ക് പ്രൈസ്. സത്യം പറയാലോ, ഇത് കളിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജയിക്കുന്നവരെ വാങ്ങിച്ചോണ്ടേ ഇരിക്കും. അറ്റ്ലാസ് നമ്മൾ കാത്തിരുന്ന കണ്ടനാർക്കേളനെത്തി. ആൻഡ് ഇത് തന്നെ തീയിൽ സ്റ്റാർട്ട് ചെയ്യുന്നെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുമാതിരിയായിരുന്നു. ഇതിങ്ങനെയാണെങ്കിൽ അപ്പോൾ ഒറിജിനൽ തെയ്യം എങ്ങനെയായിരിക്കും എന്നായിരുന്നു ആദ്യമേ തുടക്കം തൊട്ടേ നമ്മളെല്ലാവരുടെയും മനസ്സിൽ. എന്ന് വെച്ചാൽ ഞങ്ങളിത് ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ്. ഞാൻ കാസർഗോഡിൻ്റെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്തത്. അതും ഇതും വേറെ എക്സാക്റ്റ് വേറെ ആയിട്ടുള്ളൊരു തെയ്യം എന്ന് പറയുമ്പോൾ ഇത് പെട്ടെന്ന് കാണുമ്പോൾ ഫുള്ള് തീയും ഈ ചാരങ്ങളും തന്നെ നമുക്ക് ഒരുമാതിരി ടെൻഷനായി പൊള്ളുവോ അങ്ങനെ. വെള്ളാട്ടത്തിൻ്റെ ഇടയ്ക്ക് കണ്ടനാർക്കേളൻ ആൾക്കാരുടെ ഇടയിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ മനസ്സുകൊണ്ട് ശരിക്കും ആഗ്രഹിച്ചു എൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ അനുഗ്രഹിച്ചിരുന്നെങ്കിലൊക്കെ. പക്ഷേ എങ്ങനെയോ അത് എനിക്ക് തോന്നുന്നു അത് ശരിക്കും ഒരു ഭയങ്കര എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. എൻ്റെ അടുത്ത് കറക്റ്റായിട്ട് വന്ന് എന്നെ അനുഗ്രഹിച്ച് എനിക്ക് ആ ടൈമിലുണ്ടായ ഫീലിങ്സ് എനിക്ക് പറഞ്ഞാൽ തീരാൻ പറ്റാത്തൊരിതാണ്. കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്ന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ മേലാണ്ട് ഞാൻ നിൽക്കുമായിരുന്നു. കണ്ടനാർക്കേളൻ്റെ വെള്ളാട്ടം അവസാനിച്ചപ്പോഴാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോയത്. ആൻഡ് ഇവിടെ കഴിക്കാനുണ്ടായിരുന്നത് ചോറ്, പിന്നെ എനിക്കൊന്ന് കിച്ചടിയോ പച്ചടിയോ അങ്ങനെ എന്തോ, പിന്നെ സാമ്പാറും അച്ചാറും ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ തിരിച്ചെത്തിയപ്പോൾ കുറച്ച് ലേറ്റായി. അവിടെ വയനാട്ടുകുലവൻ്റെ വെള്ളാട്ടവും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ നമ്മുടെ താഴത്തെ സീറ്റ് ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിഷമത്തിലായിരുന്നു ഞങ്ങൾ. പിന്നെ രാവിലത്തെ തെയ്യം വരെ നീണ്ട ഒരു വെയിറ്റിംഗ് ആയിരുന്നു നമ്മുടെ കണ്ടനാർക്കേളന് വേണ്ടി.